ഞാൻ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയ ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാണുന്ന നൗ അല്ലെങ്കിൽ പ്രസൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ അല്ല. നമ്മളിപ്പോൾ എന്ത് കാര്യം കണ്ടാലും അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ ഒരു 80 മില്ലി സെക്കൻഡ് ഡിലേ തലച്ചോറിനുണ്ട്. അതായത് ഏറെക്കുറെ 1 സെക്കൻഡ് കഴിഞ്ഞാണ് നമ്മൾ പല കാര്യവും കാണുന്നത്. അതായത് നമ്മൾ കാണുന്നത് ലൈവ് അല്ല, നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്നത് പോലും പാസ്റ്റിലെ ഇൻഫർമേഷൻസിനെയാണ്. ഇനി 1380 കോടി വർഷം പഴക്കമുള്ള നമ്മുടെ പ്രപഞ്ചം ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ആയുസിനെ നമ്മൾ ഒരു കോസ്മിക് കലണ്ടറിനകത്ത് ഉൾപ്പെടുത്തിയതിനു ശേഷം ബിഗ് ബാങ്ങിനെ ജനുവരി 1-ാം തീയതി രാത്രി 12 മണിക്കാക്കി കണക്കാക്കിയിട്ട് ഞാൻ ഈ സംസാരിക്കുന്നതിനെ ആ കലണ്ടറിലെ ഡിസംബർ 31-ാം തീയതി പാതിരാത്രി 11 മണി 59 മിനിറ്റ് 59 സെക്കൻഡിലേക്ക് വെച്ച് പ്രപഞ്ചത്തിൻ്റെ ഈ എൻ്റയർ വലിപ്പത്തെ ഒരു കലണ്ടറിലാക്കിയാൽ ഈ മുഴുവൻ ഹ്യൂമൻ റേസും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ആ കലണ്ടറിലെ അവസാനത്തെ 1 സെക്കൻഡുകളുടെ സമയത്താണ്. മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് ആ കലണ്ടറിൽ 0.15 സെക്കൻഡുകൾ മാത്രമാണ്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ആറ്റങ്ങളെ പിളർത്തി, DNA രഹസ്യം കണ്ടെത്തി, നക്ഷത്രങ്ങളിലേക്ക് പോയി, ചന്ദ്രന് കാലുകുത്തി, പ്രപഞ്ചത്തെ പഠിക്കാനുള്ള സകല മെക്കാനിസവും നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് പ്രപഞ്ചത്തിൻ്റെ നക്ഷത്രപ്പൊടികളാണ് നമ്മളെല്ലാവരും. ആ നക്ഷത്രപ്പൊടികളിൽ നിന്നുണ്ടായ നമ്മുടെ മനസ്സ് ആ പ്രപഞ്ചത്തെ ബോധത്തോടു കൂടി നോക്കാനും ആ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും തുടങ്ങിയത് ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു നിമിഷ നേരത്തിലാണ്. ഇനി 1 സെക്കൻഡ് കൂടി ഈ കോസ്മിക് കാലണ്ടറിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സകല രഹസ്യങ്ങളും ഡീകോഡ് ചെയ്യും.